ഹായ്, ഞാൻ ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പാകെ നിങ്ങളെ കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാടകത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നാടകത്തിൻ്റെ പിറവി അതെങ്ങനെയായിരുന്നു, എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ്. വേറൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് പൊങ്ങി വരുന്നത്, നാടകമാണോ ആദ്യമുണ്ടായത്, അഭിനയമാണോ ആദ്യമുണ്ടായത് എന്നാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അഭിനയമാണ് ആദ്യമുണ്ടായിട്ടുണ്ടാവുക എന്ന് ഞാൻ ധരിച്ചു വെക്കുന്നതാണത്. അത് പല പണ്ഡിതന്മാരുടെയും ചരിത്ര ഗവേഷകന്മാരുടെയും കണ്ടെത്തലിലൂടെ ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അഭിനയമായിരിക്കാം ആദ്യമുണ്ടായത് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആവിർഭാവദശ തൊട്ട് തന്നെ, ആ കാലം തൊട്ട് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ നാടകത്തിൻ്റെ പൂർവ്വരൂപം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ തുടങ്ങി വച്ചിരുന്നു. പിന്നീട് അതിൻ്റെ വളരെ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ കണ്ടുവന്നത്. പക്ഷേ ഒരു നാടകം അതിൻ്റെ എല്ലാ സന്ധിബന്ധങ്ങളോടും കൂടി, അതിൻ്റെ എല്ലാ ചേരുവകളോടും കൂടി, അതിൻ്റെ തനിമയോടുകൂടി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഗ്രീസിലാണെന്ന് പറയുന്നു. അതുകൊണ്ട് നാടകത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഗ്രീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിനയമാണ് ആദ്യമുണ്ടായത് എന്ന് പറയും. എങ്ങനെയായിരിക്കാം, നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയായിരിക്കാം അഭിനയം ഉണ്ടായത്? മനുഷ്യൻ്റെ പ്രാകൃത രൂപത്തിലുള്ള അതിപുരാതന കാലം മുതലുള്ള പ്രാചീന മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നുമാണ് അഭിനയം രൂപം കൊള്ളുന്നത്. അതായത് പുരുഷന്മാർ ഭാഷയൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ചിന്തിക്കണം. ഭാഷയില്ല. വികൃതമായ ശബ്ദങ്ങളിലൂടെയും ശരീരത്തിൻ്റെ ചലനങ്ങളിലൂടെയും മാത്രം ആശയവിനിമയം നടത്തിയിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് വേട്ടയാടി പിടിക്കാനായി പുരുഷന്മാർ, കരുത്തരായ പുരുഷന്മാരൊക്കെ തന്നെ കാട്ടിലേക്ക്, ഘോരവനങ്ങളിലേക്ക് പോവുകയാണ്. അവർ വലിയ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് കൊണ്ടുവന്ന് പാകം ചെയ്ത് ഭക്ഷിക്കുന്നു എന്ന് ധരിക്കുക. ആ ഒരു ഘട്ടത്തിൽ അവിടെയുള്ള അവരുടെ കുടുംബത്തിൽപ്പെടുന്ന, അവരുടെ ഗോത്രത്തിൽപ്പെടുന്ന സ്ത്രീകളും ഒരുപക്ഷെ കുട്ടികളും ഒരുപക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാവാം, ഇത്രയും വലിയൊരു മൃഗത്തെ, ഇത്രയും ശക്തനായ ഒരു മൃഗത്തെ എങ്ങനെയാണ് വേട്ടയാടിക്കൊണ്ടുവന്നത് എന്ന്. ഭാഷയിലൂടെയല്ല, ആംഗ്യങ്ങളിലൂടെയാണ്, അവരുടെ വികൃതമായ ശബ്ദങ്ങളിലൂടെയാണ് ഈ ആശയവിനിമയം നടക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഘോരവനങ്ങളിൽ പോയി വേട്ടയാടി കൊണ്ടുവന്നത് എന്ന് ഈ ചോദ്യകർത്താക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരവിടെ നേരത്തെ നടന്ന സംഭവത്തിൻ്റെ ഒരു പുനരാവർത്തനം നടത്തുകയാണ്. ഒന്നുകൂടി ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. കാട്ടിലേക്ക് വേട്ടയാടാൻ പോയ പുരുഷന്മാരെല്ലാം തന്നെ കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്ന രീതി, എങ്ങനെയാണ് വേട്ടയാടി കൊണ്ടുവന്നത് എന്നുള്ളത് അഭിനയിച്ച് ഈ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അഭിനയത്തിൻ്റെ ആവിർഭാവമെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അഭിനയമായിരിക്കാം ആദ്യം ഉണ്ടായിട്ടുള്ളതെന്ന്. പക്ഷെ ഒന്നോർക്കുക, ഈ വേട്ടയാടൽ അഭിനയിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഒരു വിഷയം കൂടി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നാടകവും അവിടെ തന്നെ ആരംഭിക്കുന്നുണ്ട്. കാരണം ഒരു വലിയ കർമ്മമാണ്, ഒരു ക്രിയയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. ആ ക്രിയയിൽ ഒരു വിഷയമുണ്ട്, ഒരു ഇതിവൃത്തമുണ്ട്. ആ ഇതിവൃത്തം അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ തന്നെ ഒരു നാടകവും ആരംഭിക്കുകയാണ്. അപ്പോൾ
ഏതാണ്ട് ഇത് സമരസപ്പെട്ടതുകൊണ്ട് അഭിനയവും നാടകവും ഒന്നിച്ച് തന്നെയായിരിക്കാം രൂപം കൊണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതൊന്നും അല്ല വിഷയം. ഇത് നാടകമായി മാറുന്നത് മറ്റൊരു ഘട്ടത്തിലാണ്. അതിഘോരമായ പ്രകൃതിക്ഷോഭങ്ങൾ ആദിമ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നു. പ്രളയം, കാട്ടുതീ, കൊടുങ്കാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ മനുഷ്യവംശത്തെ പൗരാണിക കാലത്തെ മനുഷ്യവംശത്തെ ആക്രമിച്ചപ്പോൾ എങ്ങനെ നേരിടണം എന്ന് ഗത്യന്തരമില്ലാതെ നിലവിളിച്ചുകൊണ്ട് പരക്കം പായുന്നൊരു മനുഷ്യൻ ഒരു മനുഷ്യനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു ഗത്യന്തരവുമില്ല. പ്രളയത്തെ നേരിടാൻ അറിയില്ല, കൊടുങ്കാറ്റിനെ നേരിടാൻ അറിയില്ല, കാട്ടുതീയെ നേരിടാൻ അറിയില്ല. അപ്പോൾ എവിടെയോ എങ്ങോ നോക്കി കൈകൾ ഉയർത്തി നിലവിളിച്ചുകൊണ്ട് ഒരു തരം നിലവിളിയോടുകൂടി ഓടി പോകുന്ന മനുഷ്യനെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ നിലവിളിയിൽ നിന്നാണ്, ആ പരക്കം പാച്ചിലിൽ നിന്നാണ്, ആ ഒരു സഹായത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയിൽ നിന്നാണ് നാടകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദുരന്തങ്ങളെ നേരിടാനുള്ള ഈ വെപ്രാളം, ഈ ആരാധന, ഏതോ അദൃശ്യ ശക്തിയിലൂടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ക്രിയകൾ സഹസ്രാബ്ദങ്ങളിലൂടെ പിന്നിട്ട് വന്നപ്പോൾ ഇതൊരു ആരാധനാ സമ്പ്രദായം മാറുകയും ദൈവാരാധനയായി മാറുകയും അത് പിന്നീട് പ്രകൃതി ദേവനെ സ്തുതിക്കുന്ന ഒരു കർമ്മമായി മാറുകയും ചെയ്തു. ഗ്രീക്ക് രാജ്യത്ത് പ്രകൃതി ദേവൻ ഡയോണിസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ദേവനോടുള്ള അർച്ചനയാണ് പിന്നീട് നാടകമായി മാറുന്നത്. സിതാര എന്ന വാദ്യം ഉപയോഗിച്ചുകൊണ്ട്, തുകൽവാദ്യം ഉപയോഗിച്ചുകൊണ്ട് അതിഘോരമായ ശബ്ദത്തിൽ കൊട്ടി ഒച്ചയുണ്ടാക്കി പാട്ടുപാടിക്കൊണ്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായം നിലവിൽ വന്നു. അങ്ങനെ അത് തുടർച്ചയായി വന്നപ്പോൾ ഈ സമ്പ്രദായങ്ങളിലൊക്കെ മാറ്റങ്ങൾ എത്രയോ ആയിരം വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഉണ്ടായത്. പിന്നീട് അതൊരു ആദ്യത്തെ തിയേറ്ററിൻ്റെ രൂപീകരണത്തിലേക്ക് വരികയാണ്. സിതാര, ശരിക്കു പറഞ്ഞാൽ അരീന തിയേറ്റർ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. ഗ്രീക്ക് രാജ്യത്തെ വലിയ പർവ്വതങ്ങളുടെ താഴ്വാരത്തിൽ, ആ പർവ്വതങ്ങളിൽ പടവുകൾ ചെത്തി ഉണ്ടാക്കിക്കൊണ്ട് 25,000 പേർക്ക് ഒന്നിച്ചിരുന്ന് നാടകം കാണുന്നതിന് വേണ്ടിയുള്ള പടവുകൾ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ താഴ്വാരത്തിൽ നടുവിൽ കലാകാരന്മാർ നിന്നുകൊണ്ട് നാടകം കളിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായി. ഭരണകൂടം അതിനെ വളരെ ശക്തിയായി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവർ ട്രാജഡി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അവിടെ ഏതാണ്ട് 2700-800 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണത്. ട്രാജഡി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ആ മത്സരത്തിൽ ആദ്യമായി വിജയിക്കുന്നത് തെസ്പിസ് എന്ന് പറയുന്ന ഒരു നാടക കലാകാരനാണ്. ലോകത്തെ ആദ്യത്തെ സംവിധായകനായിട്ട് കാണപ്പെടുന്നത് അദ്ദേഹത്തെയാണ്, തെസ്പിസ്. അദ്ദേഹം അതുവരെയുള്ള കോറസിൻ്റെയും പാട്ടിൻ്റെയും ആ ഒരു ആധിക്യത്തെ ഒരല്പം നിയന്ത്രിച്ചുകൊണ്ട് ഒരു നടനെ ആദ്യമായി രംഗത്ത് കയറ്റുകയാണ്, ഒരു കഥാപാത്രത്തെ കയറ്റുകയാണ്. ആ നടൻ തന്നെ അനേകം മുഖംമൂടികൾ ഉപയോഗിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പുതിയ പരിഷ്കാരം കൂടി അദ്ദേഹം നടപ്പിലാക്കി. അത് ആ കാലത്ത് വളരെ ശ്രദ്ധാർഹമായ ഒരു നാടകരംഗത്തെ മാറ്റമായിരുന്നു. അങ്ങനെ ആദ്യത്തെ സമ്മാനം നേടുന്നത് തെസ്പിസാണ്. ഈ കാലഘട്ടത്തോട് തൊട്ട് പിന്നാലെയാണ് BC 6-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലുമായി ഗ്രീക്ക് നാടകവേദിയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന നാടകകൃത്തുക്കൾ ജീവിച്ച ഒരു കാലഘട്ടം. എസ്കിലസ്, അദ്ദേഹം തെസ്പിസിൽ നിന്നും വ്യത്യസ്തനായി 2 നടന്മാരെ രംഗത്ത് കയറ്റി, 2 കഥാപാത്രങ്ങളെ രംഗത്ത് കയറ്റി. പിന്നെ സംഗീതത്തിന് പ്രാധാന്യം കുറച്ചു കൊണ്ടുവന്ന് ഒരുപാട് സംഭാഷണങ്ങൾ നിലവിൽ കൊണ്ടുവന്നു. തൊട്ടു പിന്നാലെ വന്ന
സോഫോക്ലീസിനെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ലോകത്തിൽ അന്നും ഇന്നും ഏറ്റവും പ്രസിദ്ധമായി നിൽക്കുന്ന ട്രാജഡി എഡിപ്പസ് എന്ന നാടകമാണ്. ആ നാടകത്തിൻ്റെ കർത്താവാണ് സോഫോക്ലീസ്. അദ്ദേഹം 2-3 കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന്, നടന്മാരെ കൊണ്ടുവന്ന് സംഗീതം പാടിയും മാറ്റി നിർത്തിക്കൊണ്ട് നാടകത്തെ പരിഷ്കരിച്ചു. പിന്നാലെ വന്ന യൂറിപ്പിഡേസ്, അദ്ദേഹവും നാടകത്തിൽ അനേകം മാറ്റങ്ങൾ വരുത്തി. അഭിനയത്തിന് പ്രാധാന്യം നൽകി, സംഗീതത്തെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട്, സംഭാഷണത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നാടകത്തെ ഒരുപാട് രൂപത്തിലേക്ക്, പുതിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിച്ച ഗ്രീക്ക് നാടകവേദിയിലെ ത്രിമൂർത്തികളായിരുന്നു. ഈ രൂപത്തിലേക്ക്, നാടകത്തെ നല്ല രൂപത്തിലേക്ക്, ഇന്ന് കാണുന്ന നാടകത്തിൻ്റെ ഒരു പൂർവ്വരൂപത്തിലേക്ക് നാടകം കൊണ്ടുവന്നതുകൊണ്ടാണ് ഗ്രീക്ക് നാടകവേദിയെ നമ്മൾ നാടകത്തിൻ്റെ, ലോക നാടകവേദിയുടെ ഈറ്റില്ലമായി കാണുന്നത്. ആ കാലഘട്ടത്തിൽ നാടകം സാമൂഹ്യ പരിഷ്കരണത്തിന് ഏറ്റവും ഉദാത്തമായ ഒരു കലാരൂപമാണെന്ന് ഭരണകൂടം ചിന്തിക്കുന്നു. അതിന് കാരണമുണ്ട്. അവിടുത്തെ അന്നത്തെ രാജ്യത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത്, ഒന്ന് ഭരണാധികാരികൾ, മറ്റൊന്ന് പൗരന്മാർ, മൂന്നാമത് അടിമകൾ. പൗരന്മാരെന്ന് പറയുന്നത് പ്രഭുക്കന്മാർ അടക്കമുള്ള പൗരന്മാരാണ്, എല്ലാ തട്ടിലുമുള്ള പൗരന്മാർ. അവസാനത്തെ കീഴ്ത്തട്ടുള്ളത് അടിമകളാണ്. അപ്പോൾ ഈ പൗരന്മാർ അടിമകളെ വല്ലാതെ ദ്രോഹിച്ച്, വല്ലാതെ പീഡിപ്പിച്ച് കഴിയുന്നൊരു കാലം ഇത് ഭരണകൂടം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും മാറ്റം വരുത്തി സമൂഹത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ, രാജ്യത്തിൻ്റെ സംസ്കാരം തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നാടകമാണെന്ന് കണ്ടെത്തുകയും സമൂഹത്തിലെയും മനുഷ്യൻ്റെയും വ്യഥകൾ മാറ്റാൻ ഏറ്റവും നല്ല കലാരൂപം നാടകമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ നാടകത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണകൂടം അന്ന് ഗ്രീസിലുണ്ടായി. അങ്ങനെയാണ് നാടകം വളർന്ന് വന്ന് ലോകരാജ്യങ്ങളിലെല്ലാം ഇതെത്തിച്ചേരുന്നത്. മഹാനായ അലക്സാണ്ടറുടെ ഇന്ത്യൻ അധിനിവേശത്തോടൊപ്പം തന്നെ ഗ്രീക്ക് നാടകവേദിയുടെ സംസ്കാരവും രൂപവുമൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തും വന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പക്ഷേ യവനിക എന്ന് നമ്മൾ കർട്ടന് പറയുന്ന യവനിക എന്ന ആ വാക്ക് പോലും യവനന്മാരിൽ നിന്നും, ഗ്രീക്കുകാരിൽ നിന്നും കടം കൊണ്ടതാണ്. അത് ഈ അലക്സാണ്ടറുടെ അധിനിവേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഇത്തരം പദങ്ങൾ പോലും വന്നത് എന്ന് ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് നാടകത്തിൻ്റെ ആദിമ ചരിത്രം എന്ന് പറയുന്നത്.